അപ്പോൾ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ ഈ വർഷം നടക്കാൻ പോകുന്ന പരീക്ഷയുടെ ആനുവൽ കലണ്ടർ RRB റിലീസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വീഡിയോ കണ്ട് മനസ്സിലാക്കാനായിട്ട്, മുഴുവനായിട്ട് കണ്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. കാരണം RPFനെ കുറിച്ചിട്ടൊക്കെ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ട്. അത് ഒറ്റയടിക്ക് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ദഹിക്കാതെ വരും. കൃത്യമായിട്ട് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും RPFനെ കുറിച്ചിട്ടായിരിക്കാം ഇതിൽ പറയുന്നത് എന്നുള്ളത്. തീർച്ചയായിട്ടും RPFൻ്റെ നോട്ടിഫിക്കേഷൻ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കലണ്ടർ വന്നിട്ടുണ്ട്, RPF എന്ന് പറഞ്ഞ പോസ്റ്റ് അതിലില്ല, പിന്നെ എങ്ങനെയാണ് RPF വരാമെന്നൊക്കെ പറയാമെന്നുള്ള കാര്യം പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. RPF വരാമെന്ന് റെയിൽവേ തന്നെ കൺഫേം ചെയ്ത കാര്യമാണ്, നമ്മളല്ല. റെയിൽവേ തന്നെ നമുക്ക് നോട്ടീസ് തന്ന് കൺഫേം ചെയ്തിട്ടുള്ള കാര്യമായിരുന്നു. പക്ഷേ ആനുവൽ കലണ്ടറിൽ നോക്കുമ്പം ആ ഒരു കാര്യം വ്യക്തമായിട്ട് പറയുന്നുമില്ല. പക്ഷെ അത് വരുമെന്നുള്ള ഒരു ഹിൻറ്റ് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. എനിവേ, നമുക്ക് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ അത് കൃത്യമായിട്ട് ചർച്ച ചെയ്യാം. സംശയങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കണം. പരമാവധി വളരെ ലളിതമായിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കാം. ഇന്ത്യൻ റെയിൽവേയുടെ കീഴിലേക്കുള്ള ആനുവൽ എക്സാമിനേഷൻ കലണ്ടർ ഇപ്പോൾ RRB, അതായത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് റിലീസ് ചെയ്തിട്ടുണ്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന മിനിസ്ട്രി ഓഫ് ദി റെയിൽവേന്റെ കീഴിലുള്ള RRB ആണ് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ്. റെയിൽവേയിലേക്കെല്ലാം ആളുകളെ, ഉദ്യോഗാർത്ഥികളെ, എംപ്ലോയീസിനെ തിരഞ്ഞെടുക്കുന്ന ഒരു ബോർഡാണ് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ്. അപ്പോൾ അതിൽ നിന്ന് അതിൻ്റെ ഭാഗത്ത് നിന്ന് പുതിയൊരു അപ്ഡേറ്റും കൂടി, ആനുവൽ കലണ്ടർ എന്ന് പറഞ്ഞ് പുതിയൊരു അപ്ഡേറ്റും കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് നടക്കാൻ പോകുന്ന തസ്തികയുടെ പരീക്ഷാ തീയതികളും, അതായത് മാസങ്ങളും, ആ തസ്തികയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇവിടെ പീരീഡ് കാണാൻ സാധിക്കും, ഇവിടെ കാറ്റഗറീസ് കാണാൻ സാധിക്കും. ആദ്യം തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് വന്ന സംശയമായിരിക്കും ഇത് കണ്ടിട്ട്, ഇതിൽ RPF കോൺസ്റ്റബിൾ SI ഇല്ലല്ലോ എന്ന്. ഇതിൽ ഹിഡനായിട്ട് ഇതിൽ തന്നെ ഉണ്ട്, അതെങ്ങനെയാണെന്ന് വ്യക്തമായി പറഞ്ഞു തരാം. ഇതൊരിക്കലും വായുന്നെടുത്ത് പറയുന്നു അങ്ങനൊന്നുമല്ല. മുമ്പ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. RPF വിളിക്കുമെന്ന് പറഞ്ഞിട്ട് റെയിൽവേ RRB തന്നെയാണ് ഒരു നോട്ടീസ് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും ഇതിനെക്കുറിച്ചിട്ട് അവെയർ ആയിട്ടുണ്ടായിരുന്നു. വാട്സപ്പ് ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ വിവിധ സ്ഥലത്ത് ആ ഒരു PDF നോട്ടിഫിക്കേഷനൊക്കെ ഷെയർ ആയിട്ടുണ്ടായിരുന്നു. നമ്മളും അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വളരെ മുൻപ് തന്നെ അത് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുവരെ വന്നിട്ടില്ല. അതിനെക്കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്, അതെങ്ങനെയാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരാം. ആദ്യം തന്നെ ജാനുവരി മാർച്ചിൽ നടക്കുന്ന എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് ALP ആണ്, അതായത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്ന് പറയും. അതിൻ്റെ എക്സാമിനേഷൻ ഡേറ്റ് ഒക്കെ നമുക്ക് വന്നതാണ്. പിന്നെ ഏപ്രിൽ ജൂണിലായിട്ട് നടക്കുന്ന ടെക്നീഷ്യൻസ് തസ്തികയാണ്, അതിൻ്റെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ്. ഫെബ്രുവരി മാസത്തിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. പിന്നെ ജൂലൈ സെപ്റ്റംബറിലാണ് നമുക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി ഗ്രാജുവേറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ RPFൻ്റെ SI തസ്തിക ഗ്രാജുവേറ്റഡ് തസ്തികയാണ്, അതായത് ഡിഗ്രി വേണ്ട ഒരു തസ്തികയാണ്. അതിൻ്റെ ലെവൽ ഓഫ് പേ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 4, 5 and 6. അപ്പോൾ ലെവൽ ഓഫ് പേ എന്ന് പറയുന്നത് RPFൻ്റെ SIക്ക് സെർച്ച് ചെയ്ത് നോക്കിയ സമയത്ത് 6 ആണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഹിഡൻ ആയിട്ട് അത് തന്നെയായിരിക്കും ഉണ്ടാവുക. കാരണം RPF തന്നെ, അതായത് റെയിൽവേ തന്നെ നമുക്ക് തന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് വരുമെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് RPFനെ കുറിച്ച് തന്നെയാണ്. RPF ഇവിടെ വരുന്നതായിരിക്കും. അത് ജൂലൈ സെപ്റ്റംബറിലാണ് ഈ എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ പറയുന്നത് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി അണ്ടർ ഗ്രാജുവേറ്റ്, അതായത് +2 ആ ഒരു ലെവലിലുള്ള അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ താഴെയുള്ള ഒരു ലെവലാണ് പറയുന്നത്. അപ്പോൾ അവിടെ ലെവൽ 2 ആൻഡ് ലെവൽ 3 ആണ് പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. നമ്മുടെ RPF കോൺസ്റ്റബിളിൻ്റെ സാലറി പേ സ്കെയിൽ എന്ന് പറയുന്നത് ലെവൽ 3 ആണ്. ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണിച്ചു തരാം, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം. ലെവൽ 3 ആണ് പേ സ്കെയിലായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഇവിടെ ഹിഡൻ ആയിട്ട് കിടക്കുന്നതും നമ്മുടെ RPFൻ്റെ കോൺസ്റ്റബിൾ തസ്തിക തന്നെയാണെന്ന് മനസ്സിലാക്കുക. RPF വരാതിരിക്കില്ല. അപ്പോൾ ജൂലൈ സെപ്റ്റംബറിൽ ഇതിൻ്റെ എക്സാമിനേഷൻ ഒക്കെ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് മുമ്പ് തന്നെ നമുക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാം. ഇത് ഇങ്ങനെ എടുത്ത് പറയുന്നതാണ്, അതായത് മുമ്പ് നമ്മുടെ RPFൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ വന്ന അപ്ഡേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്, അല്ലാതെ മറ്റൊരു രീതിയിലുമല്ല. മുൻപ് നമ്മളെല്ലാവരും കണ്ടതാണ് RPFൻ്റെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ജൂനിയർ എഞ്ചിനീയർ ഇതിൽ വരുന്നുണ്ട്. ഇതേ മാസത്തിലായിരിക്കും എക്സാം ഉണ്ടാകുന്നത്, ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ പാരാമെഡിക്കൽ കാറ്റഗറീസ് ഇവിടെ ഇൻക്ലൂഡഡ് ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നീട് ഒക്ടോബർ അതുപോലെ ഡിസംബർ മാസത്തിൽ വിളിക്കുന്ന ലെവൽ 1ൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ പറയുന്നുണ്ട്. ഓൾസോ മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറീസിൻ്റെ ഡീറ്റെയിൽസും കൂടി ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ അത് ഒക്ടോബർ ഡിസംബറിൽ ഇതിൻ്റെയൊക്കെ വിജ്ഞാപനങ്ങൾ, അതായത് ഈ ഒരു 2 തസ്തികയുടേത് ഇവിടെ വരുന്നതായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഈ ടെക്നീഷ്യൻ തസ്തികയുടെ അപ്ഡേറ്റ് മുൻപ് കിട്ടിയപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പോകുന്നതാണ്, വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഏകദേശം ഫെബ്രുവരി 2024 വരുമെന്നാണ് ഇവിടെ നമുക്കറിയാൻ സാധിക്കുന്നത്.
എക്സാമിനേഷൻ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ മാർച്ച്, അതായത് ആപ്ലിക്കേഷനാണ്, സബ്മിഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷനാണ് പറയുന്നത്. അത് മാർച്ച് ഏപ്രിൽ 2024 സ്റ്റാർട്ട് ചെയ്യും എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ ആദ്യഘട്ട CBT കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ പറയുന്നത് അതിവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഒക്ടോബർ ഡിസംബർ 2024 അവസാനത്തോടു കൂടി നടക്കും എന്നുള്ള കാര്യം കൂടിയാണ് ഇവിടെ പറയുന്നത്. ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തതാണ്. ആ ഒരു മെത്തേഡിൽ നോക്കുകയാണെങ്കിൽ RPFന്റെ നോട്ടിഫിക്കേഷൻ വളരെ നേരത്തെ തന്നെ ഇറങ്ങും. പക്ഷെ അപേക്ഷ ഈ ഒരു നോട്ടീസിൽ പറഞ്ഞ, അതായത് കലണ്ടറിൽ പറഞ്ഞ ആ ഒരു ഡേറ്റിലേ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇതാണ് കലണ്ടറിൽ പറഞ്ഞിട്ടുള്ള ഡേറ്റ്. കലണ്ടറിൽ പറഞ്ഞിട്ടുള്ള ഡേറ്റിൽ 3 മാസം ഇൻക്ലൂഡഡ് ആണ്. അതായത് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഇത്രയും ടൈം വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ RPF മാത്രമല്ല ബാക്കിയുള്ള ഒരുപാട് തസ്തികകൾ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻ ഈ ഒരു മാസത്തിലാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുക എന്നതിലൂടെ വ്യക്തമാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. കാരണം മുൻപ് വന്നത് ടെൻറ്റേറ്റീവ് ആണ്, പക്ഷേ ഇത് ആനുവൽ കലണ്ടർ റെയിൽവേ ഏകദേശം കൺഫേം ചെയ്ത രീതിയിലാണ് വന്നിട്ടുള്ളത്. എന്തെങ്കിലും മാറ്റങ്ങളോ അപ്ഡേറ്റോ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇത് RPF കോൺസ്റ്റബിളും SIയും ആണെന്ന് ഉറപ്പിച്ച് പറയാനുള്ള കാരണം അതായത് റെയിൽവേ തന്നെ മുൻപ് നമുക്ക് ഒരു കൺഫർമേഷൻ തന്നതുകൊണ്ടാണ്, അല്ലാതെ മറ്റൊരു രീതിയിലല്ല. റെയിൽവേ നമുക്ക് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് ഒരു നോട്ടീസ് റിലീസ് ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് RPFന്റെ വിവിധ ക്ലാസ്സുകൾ പല സ്ഥലങ്ങളിലും കണ്ടക്ട് ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിവിധ ഉദ്യോഗാർത്ഥികൾ അതിനുവേണ്ടി എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അല്ലാതെ മറ്റൊരു അടിസ്ഥാനത്തിലുമല്ല, അതേ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവിടെ പറയുന്ന ലെവൽ 3യും ലെവൽ 6ഉം അതിൻ്റെ മെൻഷൻ ചെയ്യുന്നതായിരിക്കും എന്ന് നമുക്ക് ഗ്രഹിച്ചെടുക്കാൻ സാധിക്കുന്നത്. ഈ ഒരു ആനുവൽ കലണ്ടർ റിലീസ് ചെയ്തിട്ടുള്ള 2/2/2024 മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. എന്തായാലും RPF അല്ല, ഏത് തസ്തിക ഇതുപോലെ RPFും കോൺസ്റ്റബിൾ SI ഏത് തസ്തിക വന്നാലും കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അത് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ ഓളിലാണെന്ന് പ്രത്യേകം ഉറപ്പുവരുത്തുക. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു RPFന്റെ വീഡിയോ നോട്ടിഫിക്കേഷൻ വന്നാൽ കൃത്യമായിട്ട് വീഡിയോ ചെയ്യണമെന്ന്. ഉറപ്പായിട്ടും അത് നിങ്ങളിലേക്ക് ആ ഒരു സ്പോട്ടിൽ തന്നെ ചെയ്തെത്തിക്കാനായിട്ട് എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും.